അദാനി വിഷയത്തിൽ ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ചിരിക്കുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരു സഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തത് വസ്തുതകൾ മറച്ചുവെക്കാനാണെന്നും അദാനിക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷ ആരോപണം വസ്തുതകൾ മനസ്സിലാക്കാതെയാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, അദാനി വിഷയം ഗൗരവത്തിലുള്ളതാണ്. മറ്റൊരു രാജ്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട കേസാണ്. അതിന്മേൽ സർക്കാർ ഏത് രൂപത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. പ്രതിപക്ഷം ഇപ്പോൾ മൂന്നാം ദിവസവും ഈ വിഷയത്തിൽ സഭ സ്തംഭിപ്പിച്ചിരിക്കുന്നു. ആണ് സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇരു സഭകളും ചേർന്ന ഘട്ടത്തിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് ഉണ്ടായിരുന്നു. വിഷയം മറ്റു സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു ആവശ്യം. റൂൾ 377 പ്രകാരമുള്ള ശൂന്യവേള അത് നടത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള അനുവാദം അംഗങ്ങൾ നൽകണം, പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറണം എന്നായിരുന്നു രാജ്യസഭയിൽ ചെയറിന്റെ ഭാഗത്തു നിന്നുള്ള ആവശ്യം. പക്ഷേ അതിന് അനുവദിച്ചില്ല. തുടർന്ന് ആദ്യം സഭാ നടപടികൾ നിർത്തിവെക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയറിന്റെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായെങ്കിലും അത് വിജയിച്ചില്ല. തുടർന്നാണ് സഭാ നടപടികൾ ഇന്നത്തേക്ക് രാജ്യസഭ ഉപേക്ഷിച്ചത്. സമാനമായിട്ടുള്ള സാഹചര്യമാണ് ലോക്സഭയിലും ഉണ്ടായത്. ലോക്സഭയിൽ സമ്മേളനം ചേർന്നപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. സർക്കാർ ഒളിച്ചു കളിക്കുകയാണ് എന്നത് അടക്കമായിരുന്നു മുദ്രാവാക്യത്തിന്റെ സാരാംശം. 12 മണിവരെയാണ് ആദ്യം സഭാ നടപടികൾ നിർത്തിവെച്ചത്. 12 മണിക്ക് സഭ ചേർന്നെങ്കിലും നടപടികൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്. മേശപ്പുറത്ത് വയ്ക്കേണ്ട പേപ്പറുകൾ അത് മേശപ്പുറത്ത് വയ്ക്കുന്ന നടപടികൾ മാത്രം പൂർത്തിയാക്കി ഇന്നത്തേക്ക് സഭാ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാനായിട്ട് അനൌദ്യോഗികമായിട്ടുള്ള തലത്തിൽ ആശയവിനിമയം പ്രതിപക്ഷവുമായിട്ട് സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു ഹ്രസ്വ ചർച്ച എന്നൊരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് പരിഹാരമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ആ ഹ്രസ്വ ചർച്ചയിൽ പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് പറയുന്നത് ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ഒരു ദിവസം ചർച്ച ചെയ്യുന്ന വിധത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. കാരണം ഇത്ര ഗൗരവമായിട്ടുള്ള ഒരു വിഷയത്തെ സർക്കാർ ലാഘവത്തോടുകൂടി കാണുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ന് BJP നേതൃത്വം രംഗത്തെത്തുന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടുണ്ട്. മഹേഷ് ജത്മലാനിയാണ് ഈ വിഷയത്തിൽ BJPയുടെ ആരോപണങ്ങൾ കോൺഗ്രസിന് നേരെ തിരിച്ചുവെച്ചത്. കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് അമേരിക്ക നൽകിയിരിക്കുന്ന വിവരങ്ങൾ വസ്തുതകൾ പരിശോധിക്കാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിനു പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളാണ് ഉള്ളത്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തകർക്കുന്നതടക്കമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയാകും കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വമില്ലായ്മയിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനം. ഏതായാലും തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ഈ അദാനി വിഷയത്തിൽ സഭ തടസ്സപ്പെടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സഭാ നടപടികളിൽ ഇന്ന് നടക്കേണ്ട നിയമനിർമ്മാണ നടപടികൾ അത് വളരെ പ്രധാനപ്പെട്ട ബില്ലുകളുടെ അവതരണവും പാസാക്കലും അടക്കമുള്ളത് രാജ്യസഭയിലും ലോക്സഭയിലും നടക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. വരും ദിവസങ്ങളിലും സമാനമായിട്ട് പ്രതിഷേധം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അദാനി വിഷയത്തിൽ പാർലമെന്റ് മൂന്നാം ദിവസവും സ്തംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.